ഇത് ശ്രീഗണേശ് വെള്ളം ഇരിക്കുന്ന വള്ളപ്പരയാണ്. ഇന്നലെ രാത്രി ഇവിടെ മട വീണായിരുന്നു. അതുകൊണ്ടാണ് അവിടെയൊക്കെ നിറച്ച് കൊക്കിരിക്കുന്നത്. പൊടിമീൻ ഇഷ്ടം പോലെ ഉള്ളിടത്താണ് ഇങ്ങനെ മട വീരുമ്പം കൊക്കൊക്കെ വന്നിരിക്കുന്നത്. കണ്ടത്തിലധികം വെള്ളം ഇല്ലായിരുന്നു, പെയ്ത്ത് വെള്ളം ഉള്ളായിരുന്നു. മട വീണോണ്ട് കണ്ടെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ഇത് നിറച്ച് പട്ടിക്കുട്ടികളുണ്ട്. തെരുവ് പട്ടികളുടെ കുഞ്ഞുങ്ങളാണ്. അയ്യോ, തൂളിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. ചുമ്മാ അല്ല, കൊക്കൊക്കെ ഇത്രയും രാവിലെ തൊട്ട് കൂടി ഇരിപ്പുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് 1:30 എന്നിട്ട് ഇത്രയും കാണുന്നത്. ഇവിടെ വല വീശുകയോ വല ഇട്ടുകയോ ചെയ്താൽ അടിപൊളിയായിട്ട് മീൻ കിട്ടും, ഒഴുക്കുള്ളത് കൊണ്ട്. മട വീണയാന്ന് തോന്നുന്നു. ഈ വള്ളപ്പേരയുടെ ഇവിടേക്ക് ഇങ്ങനെ ചരിഞ്ഞു പോയേക്കുന്നു. ചുഴി കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ വെള്ളം ഒഴുകി വരുമ്പോൾ. നന്നായിട്ട് ചുഴിയുണ്ട് ഇവിടെ. ഇപ്പോൾ അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വരമ്പ്. മീനുണ്ട് നന്നായിട്ട്. മീൻ നന്നായിട്ട് തുള്ളിച്ചാടുന്നു. കൊക്കിരിക്കുന്ന കണ്ടോ ഇവിടെ മൊത്തം. അങ്ങോട്ടൊക്കെ ഉണ്ട് അങ്ങ്. അതിനർത്ഥം ഇവിടെ മീനുണ്ടെന്നാണ് നന്നായിട്ട്. ഇപ്പോഴത്തെ കണ്ടതിലെല്ലാം ഇത് കൃഷി കഴിഞ്ഞുകൊണ്ട് ഭാഗ്യമായി. കൊയ്ത്തെല്ലാം കഴിഞ്ഞ് അധികം സമയമായില്ല, 2 ആഴ്ച ആയതേ ഉള്ളെന്നാണ് തോന്നുന്നത്. ആ ഭാഗത്തായിട്ടാണ് വെള്ളംകുളങ്ങര ചുണ്ടൻ വള്ളം ഇരിക്കുന്നത്. വലിയ ചുഴി ഇടയ്ക്ക് വരുന്നു. ഒഴുക്ക് കൂടുതലാണ്, നല്ലതായിട്ട് ഒഴുകുന്നുണ്ട് വെള്ളം. ആറ്റിലൊക്കെ മഴ പെയ്ത് നല്ല വെള്ളം ആയതുകൊണ്ട് ഒഴുക്ക് നല്ല സൂപ്പറായിട്ടുണ്ട്. എന്നെ കാണാനായിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ. ആ കാണുന്നതാണ് എൻ്റെ വീട്. ശരിക്കും കാണാൻ പറ്റത്തില്ല, അവിടെ വാഴയൊക്കെ നിൽക്കുന്നുണ്ട്. ഈ കണ്ടൊക്കെ നിറയുമ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ
എല്ലാ വർഷവും വെള്ളം കയറുന്നതാണ്, ഒരുവിധം എല്ലാ വർഷവും. ഞങ്ങളുടെ ഇവിടെ നിന്നല്ല, ഈ സറൗണ്ടിലുള്ള എല്ലായിടത്തും വെള്ളം കയറും.